പ്രിയപ്പെട്ടവരെ, കേരള സാഹിത്യോത്സവിൻ്റെ വേദി ഒന്നിലാണ് നമ്മളുള്ളത്. 6 വേദികളുണ്ട്, ഓഫ് സ്റ്റേജുകൾ വേറെയും. ഇവിടെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു ചലിക്കുന്ന സ്റ്റേജ് SSFൻ്റെ ഈ ഒരു ആശയത്തെ അവിടെ പ്രാവർത്തികമാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്കുണ്ടായിരുന്നൊരു പരിമിതി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ, വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മളിത് ചെയ്ത് തീർത്തത്. ഇത് ചുമ്മാ ചൊറുക്കിന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടി ഇതിങ്ങനെ വെറുതെ കറക്കാൻ വേണ്ടിയിട്ടല്ല തയ്യാർ ചെയ്യുന്നത്. SSFൻ്റെ സാഹിത്യോത്സവം എല്ലാ വർഷവും അതിനൊരു പ്രമേയം ഉണ്ടാവാം. ആ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് ഇതും ഒരുക്കിയിട്ടുള്ളത്. നോക്കൂ, ഇതൊരു പെൻഡുലമാണ്. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ക്ലോക്ക്, ആ ക്ലോക്കിനൊരു പെൻഡുലം ഉണ്ടാകും. അതുപോലത്തെ ഒന്നിനെയാണ് ഇവിടെയും സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ പെൻഡുലത്തിൻ്റെ പിൻഭാഗത്ത് നോക്കൂ, ആ ഒരു മരത്തടിയുടെ ഡിസൈൻ, അതിന് പിന്നിൽ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ആശയം ഒളിഞ്ഞിരിപ്പുണ്ട്. ഏതായാലും ഒരു ചലിക്കുന്ന സ്റ്റേജ് എന്നുള്ളത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, പരതി നോക്കിയിട്ട് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. SSFൻ്റെ ഈ 2026 സാഹിത്യോത്സവിലാണ് ഈ ഒരു ആശയത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, ഇതിൻ്റെ പിന്നാമ്പുറം, ഫ്രണ്ടിൽ കാണുന്ന ആ മനോഹരമായ ആ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിൽ എന്തെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. എത്ര ഡിവൈസുകൾ ഇവിടെയുണ്ട്. അതിൻ്റെ മോട്ടോറിൻ്റെ ആംപിയർ കണക്കാക്കിയിട്ടുള്ള ഡിവൈസുകൾ, പിന്നെ ലോഡ് കണക്കാക്കിയിട്ട്. പറഞ്ഞു വരുന്നത് മനുഷ്യബുദ്ധിക്ക് എന്തും സാധ്യമാണ്. എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനനുസൃതമായി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തും പ്രാവർത്തികമാക്കിയെടുക്കാം. ഈ ഒരു റിമോട്ട് നോക്കൂ, ഇതിന് ഓഫ് ചെയ്യാൻ, ഓൺ ചെയ്യാൻ വയർലെസ് ആണ്. എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിനെല്ലാം ഒന്നിപ്പിക്കുക, ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ ചൈത്രയാത്രയിൽ അറിവിനും സാങ്കേതിക തികവിനും അദ്വിതീയമായ സ്ഥാനമുണ്ട്. വൈദ്യുതിയെ മെരുക്കിയെടുക്കാൻ സാധിച്ചത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. 18ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം മനുഷ്യ പുരോഗതിയിൽ ശാസ്ത്രപരമായ മാറ്റങ്ങൾ സമ്മാനിച്ചു. ജെയിംസ് വാട്ടിന്റെ ആഭ്യന്തരവും ചാൾസ് ബാബേജിന്റെ അനലിറ്റിക്കൽ എഞ്ചിനും ഈ വിപ്ലവത്തിന്റെ പ്രവാഹം വർദ്ധിപ്പിക്കുകയുണ്ടായി. ശാസ്ത്രഭാവനയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നിർമ്മിത ബുദ്ധി എന്നുള്ള ആശയം